അച്ഛാ, അച്ഛനെന്താ കുറെ നേരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോനൊരു കുഴപ്പമില്ലെന്ന് അശോക് പറഞ്ഞതല്ലേ? അച്ഛൻ ഇങ്ങനെ വെറുതെ സ്ട്രെസ് ആയിക്കൊണ്ടിരുന്നത് പ്രോബ്ലം ആവും, പിന്നെ എന്തെങ്കിലും പ്രശ്നമാവും. നീയൊന്ന് അവനൊന്ന് വിളിക്കുമോളെ. അവൻ എപ്പോഴാ വീട്ടിലേക്ക് വരുമെന്ന് ചോദിക്കുക. വരാന്നവൻ പറഞ്ഞതല്ലേ അച്ഛാ, അവൻ വന്നോളും. നിങ്ങൾ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടല്ലേ അച്ഛാ. ഹായ് മേമ. ഹായ് മുത്തശ്ശ. സോറി മുത്തശ്ശ, ഞാൻ കാരണം മുത്തശ്ശന് ഒരുപാട് സ്ട്രെസ് ആയല്ലേ. ഐ എം വെരി സോറി. നീ ഇവിടെ എത്തിയല്ലോ, നിന്നെ ഒന്ന് കണ്ടാ മതി എന്നുള്ള അവസ്ഥയായിരുന്നു എനിക്ക്. അത് ശരി, നീ എന്തിനാ അന്ന് ഇവിടുന്ന് പെട്ടെന്ന് അങ്ങനെ ജോലി എന്ന് പറഞ്ഞു പോയത്? ആരാ ഇതിന്റെ പിറകില്? ഇവിടുത്തെ ബിസിനസ്സിലോ കാര്യങ്ങളിലോ മറ്റോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? മുത്തശ്ശ, അതെന്താണെങ്കിലും ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശൻ ഇവിടെ സമാധാനമായിട്ടിരിക്കേ. ഏയ്, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റിയ കേസൊന്നും അല്ല രാമ. അശോകനോട് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവനൊരു ജോലി ഏൽപ്പിച്ച ഒരു തീരുമാനം കാണാതെ വിടില്ല. അച്ഛാ, ഈ തിരക്കിനിടയില് അവന്റെ കല്യാണക്കാര്യത്തെ കുറിച്ചൊന്നും മറക്കണ്ട. ഇവന്റെ കല്യാണം എന്ന് തീരുമാനിച്ചപ്പോ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുന്നേ. ഇനി ഇത് നമുക്ക് വെച്ചോണ്ടിരിക്കേണ്ട അച്ഛാ. നമുക്ക് എത്രയും പെട്ടെന്ന് സീതയുടെ വീട്ടിലേക്ക് പോവാം. അതും നടക്കണം, കൂടെ ഇത് നടക്കണം ഭാർഗവി. ഈ പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ട ഒരുക്കങ്ങൾ എന്താണെന്ന് വെച്ചാൽ നീ നോക്കിക്കോ. ഇതിന്റെയൊക്കെ പിറകിൽ നിന്ന് ഈ കളിയുടെ പുറകിൽ ആരാന്ന് രാമനും പിന്നെ അശോകനും കൂടി നോക്കിക്കോളും. അതെ മേമ, നിങ്ങൾ ആരും ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആ കൾപ്രിറ്റ് ആരാണെങ്കിലും നമ്മളത് കണ്ടെത്തിയിരിക്കും. രാമ, ആ കുഞ്ഞു സിഗ്മോക്ക് ഞാൻ കാരണം എന്തോ വിഷമായിട്ടുണ്ട് മോനെ. അവളുടെ അമ്മയുടെ നന്മയ്ക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്യാൻ തയ്യാറായടാ. വേണമെങ്കിൽ അനാഥാലയത്തിലേക്ക് പോയിക്കോളാന്ന് വരെ പറഞ്ഞടാ. അവളുടെ മുന്നില് ഞാൻ ഒരുപാട് ചെറുതായി പോയി മോനെ. അത്ര ചെറിയ കുട്ടിയാണെങ്കിലും ഒരുപാട് മിടുക്കിയാണ് മോനെ അവള്. സത്യം മുത്തശ്ശ, അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. സത്യടാ, അല്ലേ മോളെ ഭാർഗവി? അതെ അച്ഛാ. ആ കുഞ്ഞിനെ ഒന്ന് കണ്ട എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതുകൊണ്ട് മറക്കും. ഇനി അങ്ങോട്ട് ആ കുഞ്ഞിനും അവളുടെ അമ്മയ്ക്കും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അത് ഞാൻ നോക്കിക്കൊള്ളാം. താങ്ക്സ് മുത്തശ്ശ. ഉറപ്പായിട്ടും അച്ഛാ. ഇത് കേട്ടപ്പോ എനിക്ക് എത്ര സമാധാനായി എന്നറിയോ അച്ഛന്. നമുക്കിടയിൽ ഇനി ഒന്നും മറച്ചു വെക്കരുതെന്ന് പറഞ്ഞിട്ടാ റാം പോയത്. പക്ഷേ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. സിഹയെ കുറിച്ചുള്ള എല്ലാ കാര്യവും നിന്നോട് പറയാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല. എന്ത് സംഭവിച്ചോട്ടെ, എനിക്കെല്ലാം നിന്നോട് പറയണം. ഹായ് റാം, ഈ കാര്യം നിന്നോട് ഒരുപാട് നാളായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചത്. കാരണം ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. സിഹയെ കുറിച്ച്, സിഹയുടെ പാസ്റ്റിനെ കുറിച്ച് ഞാൻ ഇതുവരെ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. സീത, സിഹി റാമിന് ആക്സിഡന്റ് ആയിന്ന് പറഞ്ഞു. എന്തു പറ്റി മോളെ? ആക്സിഡന്റ് ഒന്നും ഇല്ല അമ്മേ, ഒരു കുഴപ്പമില്ല. സീതമ്മ, എന്റെ ഫ്രണ്ടിന് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എനിക്ക് വിഷമാതിരിക്കാൻ നീ ഇങ്ങനെ പറയാണല്ലേ. നീ ഫോൺ തന്നെ, എനിക്ക് ഇപ്പൊ തന്നെ എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കണം. മോളെ, ഞാൻ അവന് തന്നെ വോയിസ് നോട്ട് അയക്കുന്നേ. അവൻ ഒരു കുഴപ്പമില്ല. ഹലോ, ഹായ് ഫ്രണ്ട്, എന്താ നിന്റെ വിശേഷം? നിനക്ക് സുഖമാണോ? ശരിക്കും രാമനൊന്നും പറ്റിയിട്ടില്ലല്ലേ മോളെ? അയ്യോ, സിഹി വന്ന് പറഞ്ഞപ്പോ ഞങ്ങളാകെ പേടിച്ചു പോയി മോളെ.
അതൊരു ഫേക്ക് ന്യൂസ് ആമേ, നിങ്ങളത് കാര്യമാക്കണ്ട. ഭാഗ്യം ഇപ്പോഴാ ഒരു സമാധാനായത്. റാമിന്റെ വീട്ടില് ഹോമവും പൂജയൊക്കെ നല്ലതുപോലെ നടന്നോ? ഇനിയിപ്പോ കല്യാണക്കാര്യങ്ങൾ നോക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ മോളെ? ശാന്തേ, നമ്മൾ കല്യാണത്തിനുള്ള ഒരുക്കങ്ങള് അപ്പൊ അതൊക്കെ ഇപ്പൊ തന്നെ അവിടെ തുടങ്ങിയേക്കണം. ഒന്നടങ്ങ്. ആദ്യം രാമിന്റെ വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ അവരിങ്ങോട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം തുടങ്ങാം. എന്താ മോളെ സീത, എന്തോ നല്ല വിഷമമുണ്ടല്ലോ. അവന്റെ വീട്ടിലെ ചടങ്ങിന് ഞങ്ങൾ വരാത്തതില് അവൻ എന്തെങ്കിലും വിഷമായിട്ട് പറഞ്ഞോ? വെറുതെ ഒരു പേരിന് മാത്രമേ നിന്നെ മകളായിട്ട് കണ്ടിട്ടുള്ളൂ എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ലമ്മേ, അങ്ങനെയൊന്നുമില്ല. അവരൊരിക്കലും അങ്ങനെയൊന്നും കരുതില്ല. പിന്നെന്താ നിനക്കൊരു വിഷമം പോലെ? എനിക്കെന്തോ ഒരു പേടി പോലെ. എന്തോ പോലെ. ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട മോളെ. അവന്റെ വീട്ടുകാരെല്ലാം മനസ്സാലെ സിയെ അംഗീകരിച്ചോളൂ. അവർക്കെല്ലാവർക്കും അവളെ ഇഷ്ടവും ആവും. സത്യമേ, അവരൊക്കെ സിഹി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആർക്കെങ്കിലും സിഹി ഒരു അധികപ്പറ്റായിട്ട് തോന്നിയാ ആ ഒരു പേടി മാത്രമേ ഉള്ളൂ എനിക്ക്. അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ എന്തിനാ മോളെ ആലോചിക്കുന്നേ? നല്ലത് മാത്രം ആലോചിക്കുക, എല്ലാം നന്നായിട്ട് വരും. നോക്ക് സീത, നീയാണ് അവളുടെ അമ്മ. അപ്പൊ അവൾ എങ്ങനെയാ അധികപ്പറ്റാവുക? വെൽ പ്ലേഡ് സൂര്യപ്രകാശ്, വെൽ പ്ലേഡ്. വെൽ പ്ലേഡ്. നീയൊക്കെ ഒരു പ്ലെയർ ആണോ വിശ്വ? നിന്റെ അച്ഛനെ കണ്ടോ? സെഞ്ചുറിക്ക് മേലെ സെഞ്ചുറി, സെഞ്ചുറിക്ക് മേലെ സെഞ്ചുറി അടിച്ചുകൊണ്ടിരിക്കുക. ആ കൊച്ചിനെ വെച്ച് കല്യാണം തടയാന്ന് ഞാൻ വിചാരിച്ചോണ്ടിരുന്നപ്പോ നിന്റെ അച്ഛൻ ഈ വീട്ടിൽ അവള് കൊച്ചുമകളാണെന്ന് അംഗീകരിച്ചു. ആ സീത ഈ സ്വത്തിന്റെയൊക്കെ അവകാശിയാകുമല്ലേ? സ്വന്തം വീട് നിലനിർത്താൻ പോലും ത്രാണിയില്ലാത്തവള് ഇത്രയധികം കോടികൾ വിലമതിക്കുന്ന ഈ കൊട്ടാരത്തിന്റെ ഉടമസ്ഥയോ? അവള് രാമനെ കല്യാണം കഴിച്ച എല്ലാ ആസ്തിയും അവളുടെ കയ്യിലെത്തും. ഇത്രയും വർഷം ഒരു നയാ പൈസയുടെ പോലും നേട്ടമില്ലാതെ രാമാ രാമാന്നും പറഞ്ഞ് ഭജന പാടിക്കൊണ്ടിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സീതാ സീത എന്ന് ഭജന പാടിക്കൊണ്ടേയിരിക്കണം. വഹാവ്, ബ്രില്യൻ ഭാർഗവി. എന്ത് തലവിധിയാടി നിന്റെയൊക്കെ. അയ്യേ ഭാർഗു, നീ എന്തിനാ പാവ സീതയോട് ഈ വൈരാഗ്യം കാണിക്കുന്നത്? ആക്ച്വലി ഒരു കാര്യം അറിയോ? ആരായിരുന്നു ആ ചെമ്പക, അല്ല ചാന്ദിനി. ആ ചാന്ദിനിയേക്കാൾ ഏറ്റവും നല്ല ബാറ്റ്സ്മാൻ ആണ് സീത. അറ്റ്ലീസ്റ്റ് നിനക്കൊരു ബഹുമാനമൊക്കെ തന്ന് നീ പറയുന്നതൊക്കെ കേട്ട് ഇവിടെ നമുക്ക് മറ്റൊരു മരുമകളുണ്ടല്ലോ, സാധന. ആ സാധനയുടെ പാർട്ട് 2 പോലെ ഉണ്ടാവും സീത. ഇനിയിപ്പോൾ രാമ ആരെ കല്യാണം കഴിച്ചാലും ഉള്ള മുഴുവൻ സ്വത്തും അവർക്ക് കിട്ടുന്നുള്ള കാര്യം ഗ്യാരണ്ടി ഗ്യാരണ്ടി ഗ്യാരണ്ടി. ഇനി നീ ചാന്ദിനിനെ അല്ല, ചാന്ദിനി, ഡാഗിനി ആരെയൊക്കെ ഇനി മരുമകളാക്കിയാലും ഇവിടുന്ന് നിനക്ക് നയാ പൈസ കിട്ടില്ല ഭാർഗു. രാമൻ അവന്റെ സ്വത്ത് മറ്റാർക്കും പകർന്നു നൽകാൻ കഴിയില്ല. പക്ഷെ അവന്റെ ഭാര്യയ്ക്ക്
അവന്റെ സ്വത്തിന്റെ മേൽ അധികാരം കാണില്ലേ? ആ സ്വത്തിൽ അവന്റെ മക്കൾക്കും അവകാശം കാണില്ലേ? ഇനി അഥവാ അവന്റെ ഭാര്യയ്ക്ക് അവന്റെ സ്വത്തുക്കള് വേറെ ആൾക്ക് എഴുതാൻ പറ്റിയാലോ? അവൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ലേ അപ്പോ? അശോക്, നിനക്ക് ഇന്നെന്തെങ്കിലും പറ്റിക്കാണെന്ന് വിചാരിച്ച് ഞാൻ വല്ലാണ്ട് പേടിച്ചു. അല്ല, മനഃപൂർവ്വം ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ആരാ? നമ്മൾ ഒരിക്കലും അവരെ വെറുതെ ഈ പുറത്തേക്കുള്ള യാത്ര രണ്ടുപേരുടെയും പ്ലാൻ ആണെന്നാ തോന്നുന്നത്. ബട്ട് ഇപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവൾ എങ്ങോട്ട് പോയതാണാവോ? അല്ല, ഭാർഗവി മേമയുടെ മേലെ നിങ്ങൾക്കുള്ള സംശയവും ചരൺ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റാമിനോട് നേരിട്ട് പറയാലോ. ഹി ട്രസ്റ്റ് യു. ആൻഡ് മറ്റെന്തെങ്കിലും ഇൻസിഡന്റ് വേണോ പ്രൂഫായിട്ട്? അല്ല പ്രിയ, ഇതത്ര ഈസി അല്ല. ഈ പ്രൂഫൊന്നും പോരാ. ഫസ്റ്റ് ഓഫ് ഓൾ, നീ വീണ്ടും എന്തിനാ ചരണുമായിട്ട് ടച്ചിൽ നിൽക്കുന്നതെന്ന് എന്നോട് ചോദിക്കും, അല്ലെങ്കിൽ ചോദിപ്പിക്കും. നമ്മളെ കരുതുന്ന പോലെ അവർ ഓർഡിനറി പ്ലേയേഴ്സ് അല്ല. ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ പോലും ഒരുപാട് ആലോചിക്കണം. ഈ ചരണം ചിലപ്പോൾ അവരുടെ ഒരു ഗെയിം പ്ലാനിൻ്റെ ഭാഗമായിരിക്കും. എന്നെ പെടുത്താൻ വേണ്ടി ചിലപ്പോൾ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും. വി വിൽ നെവർ നോ. ഓ ഗോഡ്, ശരിക്കും അവരുടെ പ്രശ്നം എന്താ? വീടുണ്ട്, സ്വത്തുണ്ട്, സമാധാനമായിട്ട് ഇരുന്നൂടെ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്തിനാണെന്ന് അറിയില്ല, പക്ഷെ ഇതിന്റെ പുറകിൽ അവരുണ്ട്. അതൊക്കെ അങ്ങനെയാ. ആസ്തി, പവർ, ഇതൊക്കെ ഉള്ളിടത്ത് ചില ഡാർക്ക് സീക്രട്സ് ഉണ്ടാവും. വി ഷുഡ് ബി വെരി കെയർഫുൾ പ്രിയ. നമ്മുടെ ഐഡന്റിറ്റിയും നമ്മുടെ വിശ്വാസങ്ങളൊക്കെ നമുക്ക് വലുതാ, പക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അങ്ങനെ ആവില്ല. ഞാനിത് റാമിനെ കുറിച്ചോ സൂര്യയെക്കുറിച്ചോ അല്ല പറയുന്നത്. അവരൊക്കെ ദൈവത്തെ പോലെയാ, പക്ഷെ ബാക്കിയുള്ളവർ ഐ ഡോണ്ട് നോ. ഈ റാമിൻ്റെ വീട്ടുകാരെ എനിക്കൊരുതരം മിസ്റ്ററി പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഈ കല്യാണം നടക്കണം വിശ്വ. അയ്യപ്പാ, സീത ഈസ് ദ റൈറ്റ് പേഴ്സൺ. റാമിന് തരാൻ പറ്റിയില്ലെങ്കിലും സീതയും അവളുടെ മകളും വഴി സ്വത്തുക്കളൊക്കെ എനിക്ക് കിട്ടും. അതിന് വേണ്ടത് ഞാൻ ചെയ്യും. വാട്ട്? നത്തിങ്. അത് നടക്കും പാർഗു, നടന്നിരിക്കും. നടന്നേ പറ്റൂ. ആ സ്ഥാനത്ത് ആര് വന്നാലും ഇത്രയും അധികം ആസ്തി കാണുമ്പോൾ ആഗ്രഹം ഇല്ലാതിരിക്കില്ലല്ലോ. പക്ഷെ നമ്മുടെ സീത അങ്ങനെയല്ലല്ലോ. പാവല്ലേ, ഹരിശ്ചന്ദ്രന്റെ പെങ്ങള്. ആസ്തിയൊക്കെ എന്റെ പേരിലായി കഴിഞ്ഞിട്ട് അവൾക്ക് കൊട്ടാരെങ്കിൽ കൊട്ടാരം, ഇനി ശ്മശാനമെങ്കിൽ ശ്മശാനം. ഐ ഡോണ്ട് കെയർ. എത്രയും പെട്ടെന്നുണ്ടാവണം സീതാരാമ കല്യാണ നിശ്ചയം. അവരുടെ പ്രണയത്തിന് വേണ്ടിയല്ല, ഈ ഭാർഗവിക്ക് വേണ്ടി തന്നെ. ഭാർഗു, നീ ഒരു സാധാരണ പ്ലെയർ അല്ല. മാച്ച് വിന്നർ. നീ ജയിക്കും മോളെ. നമ്മളെല്ലാം സീതയുടെ വീട്ടിലേക്ക് പെണ്ണ് ചോദിക്കാൻ പോവും. താങ്ക്സ് മേമ. ഷുവർ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സീകുട്ടാ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്ന് പറയാമോ? നാളെ ഇവിടെയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹാപ്പി അല്ലേ? ആണോ ഫ്രണ്ട്? സൂപ്പർ. സീകുട്ടാ, ഈ മെസ്സേജ് അമ്മയെ ഒന്ന് അറിയിക്കാൻ പറ്റുമോ? നാളെ ഇങ്ങോട്ട് ആരാ വരുന്നതെന്ന് അറിയാമോ? ആരാ? എന്റെ ഫ്രണ്ടും അവന്റെ വീട്ടുകാരും. ആണോ?
എനിക്ക് കേട്ടപ്പോ ഒരുപാട് സന്തോഷായി. എന്നാലൊന്ന് വിളിച്ചു നോക്കിയേക്കാം. ഹലോ ഫ്രണ്ട്. ഹായ് സീക്കുട്ട, എന്തിനാ ചക്കര നീ ഇത്ര ടെൻഷനായത്? എനിക്കൊരു കുഴപ്പമില്ല. ഐ ആം ആബ്സല്യൂട്ട്ലി ഫൈൻ. നീയുണ്ട്, സീതമ്മയുണ്ട്, പിന്നെ എൻ്റെ വീട്ടിലുള്ളവരുടെ ഒക്കെ ആശീർവാദങ്ങളൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാൻ സേഫ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഇടയിലുള്ള ഈ സ്നേഹം അത് നമ്മളെ എപ്പോഴും ഒന്നിച്ച് നിർത്തിക്കൊണ്ടേയിരിക്കും. Got it? അതെയോ? എന്നിട്ട് ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. എനിക്ക് കരച്ചിലൊക്കെ വന്നു. എന്റെ സിഹിമോള് സ്ട്രോങ് ബേബി അല്ലേ, അങ്ങനെ എല്ലാത്തിനൊന്നും കരയാൻ പാടില്ല. ഓക്കെ? റാം, ഒരു സെക്കൻഡ് മോളെ. എന്താ മേമ? ഭാർഗവി ചേച്ചി നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു. എന്താ? നാളെ നീ വേറെ ഒരു ജോലി ഏൽക്കണ്ടെന്ന് പറഞ്ഞു. നമ്മളെല്ലാരും നാളെ സീതയുടെ വീട്ടിലേക്ക് പെണ്ണ് ചോദിക്കാൻ പോവും. താങ്ക്സ് മേമ. ഓക്കെ, ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സിക്കുട്ട, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്നോ? നാളെ ഇവിടെയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹാപ്പി അല്ലേ? ആണോ ഫ്രണ്ട്? സൂപ്പർ. സിക്കുട്ട, ഈ മെസ്സേജ് സീതമ്മയെ ഒന്ന് അറിയിക്കാൻ പറ്റുമോ? ഞാൻ പറയാം ഫ്രണ്ട്. നാളെ മിസ്റ്റർ സണ്ണും വരുമല്ലോ അല്ലേ? അന്ന് ഇങ്ങോട്ട് വന്നപ്പോ വേഗം തിരിച്ചുപോയി. നാളെ മുഴുവനും മിസ്റ്റർ സൺ എന്റെ കൂടെ തന്നെ വേണം. ഡോൺ വെറി മോളെ, നാളെ മുഴുവൻ മിസ്റ്റർ സൺ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ ഫ്രണ്ട്, ഞാൻ കാത്തിരിക്കും കേട്ടോ. ഓക്കെ ചക്കരെ, ഐ ലവ് യു. ലവ് യു ടു ഫ്രണ്ട്. ഗുഡ് നൈറ്റ്. നിങ്ങൾ പറഞ്ഞ എനിക്കത് വിശ്വാസം. ആൻഡ് ഐ വിൽ ഓൾസോ ബി വെരി കെയർഫുൾ. ഈ ചാന്ദിനെ എങ്ങനെയൊന്ന് വെളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? അവളെ കണ്ടുപിടിച്ച ഇതിലെ സീക്രട്സ് ഒക്കെ അറിയായിരുന്നു. ബട്ട് ആർ യു ഷ്യൂർ അവളെ നമ്മളെ ഹെൽപ്പ് ചെയ്യൂ? ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചാൽ അവളെല്ലാം തുറന്നു പറയും. ബട്ട് ആദ്യം അവളെ കിട്ടണ്ടേ? മേ ബി റാം ഒന്ന് ട്രൈ ചെയ്താൽ നടക്കും. അവനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളെ കൊണ്ട് എല്ലാം പറയിപ്പിക്കണം. നിക്ക്, ഇപ്പൊ തന്നെ റാമിനൊന്ന് വിളിച്ചു നോക്കട്ടെ. നിങ്ങൾ അവളെ വിളിക്കാം, ഞാൻ പോയി ഐസ്ക്രീം എടുത്തോണ്ട് വരാം. ഐസ്ക്രീമോ? എത്ര ദിവസം കൂടി എന്റെ ഭർത്താവിന് ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നേ. ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ മിസ് ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ. നല്ല റൊമാൻറ്റിക് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? ഇത്രയും ദിവസമായിട്ട് ഇന്നാ നമ്മൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവാണെന്നൊരു തോന്നൽ എനിക്ക് വന്നേ. ആഘോഷങ്ങൾ. എന്നെ പോലൊരു റൊമാൻറ്റിക് പെണ്ണിനെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയതുകൊണ്ട് എത്ര പുണ്യം ചെയ്ത ആളല്ലേ നീ. ഐസ്ക്രീം കൊണ്ടുവരാവേ. അടങ്ങിയിരിക്കും. സോറി. നാളെ ഇങ്ങോട്ട് ആരാ വരുന്നതെന്ന് അറിയാമോ? ആരാ? എന്റെ ഫ്രണ്ടും അവന്റെ വീട്ടുകാരും. ആണോ? എനിക്ക് കേട്ടപ്പോ ഒരുപാട് സന്തോഷായി. നമ്മുടെ വീട്ടിലേക്ക് നാളെ അവിടുന്ന് എല്ലാരും വരുമെന്ന്. എനിക്കും ഇപ്പൊ ഒരുപാട് സന്തോഷമായി. ഹായ് സീത. മുത്തശ്ശനും മേമയ്ക്കും ഒന്നും കല്യാണ കാര്യങ്ങൾ ഡിലേ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. സോ നാളെ തന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹോപ്പ് ഇറ്റ്സ് നോട്ട് ടു സൂൺ ഫോർ യു. ഗുഡ് നൈറ്റ്. സീ യു ടുമോറോ. ശരി, വരൂ, ഞാൻ നിങ്ങളെ കാത്തിരിക്കാം.
ഹേ എടാ നിനക്ക് 100 ആയുസാടാ മോനെ. 100 വർഷം നീ സിഹിയുടെയും സീതയുടെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കും. എന്റെ അനുഗ്രഹം നിന്നോടൊപ്പം ഉണ്ട്. ഉള്ളതാടാ. ഞാൻ ഇപ്പോഴാണ് നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് അപ്പോഴാണ് നിന്റെ കോൾ വന്നേ. താങ്ക്സ് ഡാ. അതൊക്കെ വിട്. ഞാനിപ്പോ നിന്നെ എന്തിനാ വിളിച്ചെന്നറിയോ? ആ എനിക്കറിയാം. ചാന്ദിനെ ട്രേസ് ചെയ്യാനല്ലേ? ചേടാ, ചാന്ദിനി എന്തോ പ്ലാൻ ചെയ്തതാ. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് വഴക്കിട്ടു. ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ അവൾ മിസ്സായി. എടാ, അവൾ എവിടെയാണെങ്കിലും നമുക്ക് ട്രേസ് ചെയ്ത് കണ്ടെത്താം. ഡോണ്ട് വറി. അത് അത്ര വലിയ കാര്യമൊന്നും അല്ലടാ. ചാന്ദിനി സ്റ്റിൽസ് ലവ്സ് മീ. അതാ അവൾ അതൊന്നും മറന്നിട്ടില്ല. അവൾക്ക് ഇപ്പോഴും എൻ്റെ കാര്യത്തിൽ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. സീത എന്നോടെല്ലാം പറഞ്ഞു. എടാ, ജസ്റ്റ് ഫോർഗെറ്റ് എവറിത്തിങ്. ഏയ്, ഫോർഗെറ്റും ഫോർഗീവും ഒന്നും ഇല്ല. അവൾക്ക് വെറും ലവ് അല്ല, വേറെ എന്തോന്നുണ്ട്. അവൾക്ക് നിന്റെ ആസ്തി, നമ്മുടെ കമ്പനിയുടെ അധികാരം, ഇതൊക്കെ വേണം. അതിനുള്ള എന്തൊക്കെയോ പ്ലാൻ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്ത് അവളെ പുറത്തോട്ട് കൊണ്ടുവന്ന് എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് അവളോട് ചോദിക്കണം. ഒന്ന് വിടണ്ട അശോക. എടാ, ഞാൻ അന്ന് ചാന്ദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നീ ഇതുപോലെ നെഗ്ലക്ട് ചെയ്തു. അത് റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കല്ലേ. ഞാൻ അവളെ കുറിച്ചൊന്നും സംസാരിക്കാത്തത് അവള് പഴയ കാര്യങ്ങളെല്ലാം മറന്നു കാണും, അവളുടെ സ്വഭാവമൊക്കെ നന്നായി കാണും എന്നൊന്നും വിശ്വസിച്ചിടാൻ നീ കരുതുകയേ വേണ്ട. അവൾ എന്നോട് ചെയ്തൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവളെ ഞാനിപ്പോ ഇഗ്നോർ ചെയ്യുക. അവൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിന്നോട്ടെ. തിരിച്ചവൾ എന്റെ ലൈഫിലേക്ക് വരികയും വേണ്ട, എനിക്ക് അവളെ ഇനി കാണുകയും വേണ്ട. അശോക, നീ അവളെ ട്രേസ് ചെയ്യണ്ട. ഈ പോലീസ് കേസ്, ഇൻവെസ്റ്റിഗേഷൻ അതെല്ലാം വിട്ടേക്ക്. ഞാനിപ്പോ എന്തിനാ വിളിച്ചെന്നറിയോ? ഗസ് വാട്ട്? നാളെ ഇവിടുന്ന് എല്ലാവരും സീതയുടെ വീട്ടിലേക്ക് ആചാരപ്രകാരം പെണ്ണ് ചോദിക്കാൻ വേണ്ടി പോവാ. നീയും പ്രിയ എന്തായാലും ഉണ്ടാവണം, മറക്കണ്ട. ഓ, വൗ.